ഒരു പ്രതീക്ഷയില്ല. ഇപ്പോൾ അട്ടിമറിക്കുന്നു എന്നുള്ളൊരു സംശയത്തിലാണ് ഞാനിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. ഡേറ്റ് ചുമ്മാ അത് അന്ന് പറഞ്ഞപ്പോൾ അന്ന് ഓർക്കപ്പിച്ചിരുന്ന് പറഞ്ഞു പോയി. ആ ഡേറ്റിനാണ് ഇവരെല്ലാം പറയണത്. അപ്പോൾ ഇനി പുള്ളി പാസ്പോർട്ട് ഇന്ന് ഏതാ ദിവസം? ഇന്ന് ജനുവരി 1 അല്ലേ? അല്ല, അതെ, വന്നു ഞാൻ ഉറക്കപ്പിച്ചയില പറഞ്ഞേ. ഉറക്കപ്പിച്ചയിലാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഉറക്കപ്പിച്ചയില പറയുന്നത്. അത് എന്ത് ചെയ്യാനത് പറ. ഇപ്പം നമ്മളൊരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറക്കപ്പിച്ചയില. അതും മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചൊക്കെയാണ് പറയുന്നത് എന്നാ ഈ ചേച്ചി പറയുന്നത്. എന്തായാലും ചേച്ചി പറയുന്ന പ്രകാരം നോക്കുമ്പോൾ ഈ നിവിൻ പോളി പുള്ളിക്കാരിയെ പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അതും ഡിസംബർ മാസം 14, 15, 16 തീയതികളിൽ ദുബായിൽ വെച്ച് ഈ പുള്ളിക്കാരിയെ പീഡിപ്പിച്ചു എന്നാണ് പുള്ളിക്കാരി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ പുള്ളിക്കാരി പറയുന്നത് എൻ്റെ പാസ്പോർട്ടൊക്കെ ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, നിവിൻ പോളിയുടെ പാസ്പോർട്ടും വെച്ച് നോക്കട്ടെ, അപ്പോൾ മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഡ്രാമ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിവിൻ പോളി 14, 15 തീയതികളിൽ നാട്ടിലുണ്ടെന്നും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന പടത്തിന്റെ ഷൂട്ടിങ്ങിലായിരുന്നു എന്നും വിനീത് ശ്രീനിവാസൻ വന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ക്രോൺ പ്ലാസയിലെ അവിടെ റൂം ബുക്ക് ചെയ്തതിന്റെ റെസിപ്റ്റ് പുറത്തു വന്നു. അതോടൊപ്പം തന്നെ അവർ തമ്മിൽ സംസാരിക്കുന്നത് നിവിൻ പോളിയും അതോടൊപ്പം തന്നെ ഈ വിനീത് ശ്രീനിവാസനും പടത്തിന്റെ റിഹേഴ്സൽ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ചേച്ചി ഇപ്പോൾ ഉറക്കപ്പീച്ചലിൽ പറഞ്ഞു എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത്. എന്തുവായാലും ചേച്ചി പറഞ്ഞ ചില കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. എന്തുവായാലും ചേച്ചി നല്ല ടാലൻ്റുള്ള ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ എവിടെ വീണാലും അവിടെ കടന്നിട്ട് ഇങ്ങനെ ഉരുണ്ട് പെരണ്ട് നിൽക്കാനറിയാം. അപ്പോൾ എന്ന് നമുക്ക് ചേച്ചി പറഞ്ഞ ആ കാര്യങ്ങൾ ഒന്ന് കേൾക്കാം. കറക്റ്റ് ഒരു ഡേറ്റ് ഞാൻ ഇതുവരെ പബ്ലിക്കിനോട് പറഞ്ഞിട്ടില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. കറക്റ്റ് ഡേറ്റ് ഞാൻ ഇവിടെ ഇപ്പോൾ പോലീസിന് കൊടുത്തിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. പുള്ളിക്കാരി പറയുന്നത് അത് തന്നെ തെറ്റാ. പുള്ളിക്കാരി തന്നെയാണ് പബ്ലിക്കിൽ വന്നിട്ട് ഡേറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അടുത്തത് കേൾക്കാം. ഇന്ന് വന്നത് അതുമായി യാതൊരു ബന്ധപ്പെട്ട ഒരു കേസ് അന്വേഷണത്തിനല്ല. ഞങ്ങളുടെ ഇൻകം സോഴ്സ് എങ്ങനെയാണ്, ഞങ്ങൾ എങ്ങനെയാണ് ഇത്രയും നാളും ജീവിച്ചതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ 11 തൊട്ട് ഇത്രയും സമയം വരെ ഞങ്ങൾ ഇവിടെ പിടിച്ചിട്ടേക്കുന്നത്. അത് നോക്കേണ്ട കാര്യം തന്നെയാണ്. നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അത് പോലീസല്ലേ, പോലീസ് അന്വേഷിക്കണമല്ലോ. കാരണം ഇതാണോ നിങ്ങളുടെ തൊഴിൽ എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ടാണ് ചേച്ചി അവിടെ പിടിച്ചിരുത്തിയത്. അപ്പോൾ 11 മണി വരെ അവിടെ ഇരുന്നല്ലോ. എന്തായാലും അത് പോലീസ് മൊഴി എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ബാക്കി എന്താണെന്ന് വെച്ചാൽ പോലീസ് അത് നോക്കിക്കോളും. ഓക്കെ, അപ്പോൾ ചേച്ചി പോലീസുകാരെ പഠിപ്പിക്കാൻ നിൽക്കേണ്ട. അപ്പോൾ അടുത്തതോടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. നല്ലൊരു അട്ടിമറി ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഉള്ള വിശ്വാസം മൊത്തം പോയിരിക്കുകയാണ് ഇപ്പൊ. കാരണം കേസിനെ പറ്റി ഒന്നും പറയുന്നുമില്ല. സുനിൽ എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ മറവിലിരിക്കുകയാണ്. പുള്ളി വന്നിട്ടില്ല. ഊന്നുകളിൽ വന്ന ഒരു സുനിലിന്റെ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞൊരു പുള്ളി ഇപ്പൊ ഇവിടെ വന്നു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഇപ്പൊ അട്ടിമറിക്കുന്നു എന്നുള്ളൊരു സംശയത്തിലാണ് ഞാനിപ്പോ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ കേസ് അട്ടിമറിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നതെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ അതായത് ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മുകളിലാണ് ഈ പുള്ളിക്കാരി ഇപ്പോൾ തൂങ്ങുന്നത്. ഓക്കെ, ഇതിനു മുമ്പ് നിവിൻ പോളിയിലായിരുന്നു തൂങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സുനിലിലാണ് തൂങ്ങിക്കൊണ്ടിരിക്കുന്നത്. സുനിലിൻ്റെ അഡ്വക്കേറ്റ് മാത്രമേ വന്നു പോയിട്ടുള്ളൂ, സുനിൽ വന്നിട്ടില്ല. കേസ് അട്ടിമറിക്കുന്ന രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ചേച്ചി പറയുന്നത്. ബാക്കിയൂടെ കേട്ട് നോക്കാം. ചുമ്മാ അന്ന് പറഞ്ഞപ്പോ അന്ന് ഓർക്കപ്പിച്ചിരുന്ന് പറഞ്ഞു പോയി. ആ ഡേറ്റിനാണ് ഇവരെല്ലാം പറയണത്. അപ്പൊ ഇനി പുള്ളി പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം. ചേച്ചി ഉറക്കപ്പിച്ചേ പറഞ്ഞാന്നേ. നിങ്ങൾക്ക് എന്താ അറിയാം, ഈ കണ്ടിരിക്കുന്ന ജനങ്ങളൊക്കെ വിഡ്ഢികളല്ലേ. അവർ മീഡിയയിൽ വന്നിരുന്നിട്ട് അവിടെ ഇരുന്ന് അരുൺ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ സ്പഷ്ടമായിട്ട് പറഞ്ഞ ഒരു കൂട്ടത്തിലാണ് ആ പുള്ളിക്കാരി പറഞ്ഞ ഈ ഡേറ്റ്. ആ പുള്ളിക്കാരി വളരെ കൃത്യമായിട്ടാണ് ആ ഡേറ്റ് പറഞ്ഞത് അല്ലേ. ആ ഡേറ്റ് പറഞ്ഞത് നമുക്കൊന്നുകൂടെ ഒന്ന് കേട്ട് നോക്കാമല്ലോ. ഉറക്കപ്പീച്ചയിലാണോ അതോ അല്ലാതെയാണോ ചേച്ചി പറഞ്ഞത് നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. ഇപ്പൊ കേൾക്കാം. ഡിസംബർ മാസം തിരിച്ചു പോന്നോ കേട്ടോ ദുബായിൽ നിന്ന്? അതെ, ഡിസംബർ 17 ഞാൻ നാട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഈ സംഭവം നടക്കുന്നത് ഡിസംബർ ആദ്യത്തെ ആഴ്ചയാണോ അതോ ഡിസംബർ 17 ചേർന്ന ദിവസങ്ങളിലാണോ? ആ ഒരു 17 ചേർന്ന ദിവസങ്ങളിലാണ്. തീയതികൾ ഓർമ്മിക്കുന്നുണ്ടോ താങ്കൾ? 14, 15, 16 അങ്ങനെയുള്ള ദിവസം. അപ്പൊ പറഞ്ഞു മനസ്സിലായല്ലോ. ഉറക്കപ്പീച്ചയിലാണോ ഈ പറഞ്ഞത്? ഇത് ഉറക്കപ്പീച്ചയിലാണോ പറഞ്ഞത്? അവിടെ അരുൺ ചോദിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ലൈവിൽ ഇരുന്നു കൊണ്ടാണ് പുള്ളിക്കാരി പറയുന്നത്. പുള്ളിക്കാരിയാണ് പറയുന്നത് 17-ാം തീയതി പുള്ളിക്കാരി നാട്ടിൽ വന്നു എന്ന് പറയുന്നു. 14, 15, 16 തീയതികളിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് പുള്ളിക്കാരി പറയുന്നു. അത് ഉറക്കപ്പീച്ചയില്ല. ഞങ്ങളൊന്ന് പൊട്ടന്മാരാ? ബാല പറയുന്ന പോലെ ഞങ്ങൾ പൊട്ടന്മാരാണോ എന്ന് ചോദിക്കേണ്ട അവസ്ഥ വരുന്നതാണ്. ഇവർ പറയുന്നതെല്ലാം പക്ക കള്ളത്തരമാണ്. ഇപ്പം ഇവരുടെ ഈ പോലീസ് വിളിപ്പിച്ചിട്ട് ഇവരുടെ ഈ വരുമാന സ്രോതസ്സിനെ കുറിച്ച് പോലീസ് തിരക്കി. അത് നല്ല കാര്യം തന്നെയാണ്. അത് അറിയണമല്ലോ പോലീസിന് ഇത് എവിടെ നിന്നാണ്, ഈ പരിപാടി തന്നെയാണോ അവർക്കുള്ളതെന്ന്. ഇനി മുമ്പോട്ട് കേട്ടു നോക്കാം. ഇനി വിചിത്രമായ കാര്യങ്ങൾ, ഇനി വിചിത്രമായി പുള്ളിക്കാരി പറയുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടു നോക്കാം. അപ്പൊ പുള്ളി പാസ്പോർട്ട് കൊടുത്തിട്ട്
കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം അവരെയാണ്, അവർ കണ്ടുപിടിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. അതെ, അപ്പോൾ ഈ പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ഇത് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ആ പോലീസ് കണ്ടുപിടിച്ചോളും. ചേച്ചി പേടിക്കേണ്ട. ചേച്ചി അവിടെ സമാധാനമായിട്ട് പോയിരിക്കുക. അടുത്ത എന്തെങ്കിലും കള്ളക്കഥകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടിച്ചമയ്ക്കാനായിട്ട് നോക്ക്. എന്തായാലും ചേച്ചി പറഞ്ഞ പോലെ തന്നെ പോലീസ് അന്വേഷിച്ചോളും. അപ്പോൾ ചേച്ചി പറഞ്ഞ വേറൊരു കാര്യം കൂടെ, മീഡിയക്കാരാണ് തെറ്റായ രീതിയിൽ ആ ഡേറ്റിനെ ആക്കിയെടുത്തെന്ന്. അവിടെ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. ഈ ചേച്ചി ഒരു നടക്ക് പോകത്തില്ലെന്നേ. ചേച്ചി പറയുന്ന എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ചേച്ചി ഒരു അത് തന്നെ. അപ്പോൾ പിന്നെ ഹണി ട്രാപ്പിൽ കുടുക്കി എന്നൊക്കെ പറയുന്നു, ഇപ്പോൾ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അടുത്തൊരു ആരോപണമായിട്ട് വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് കേട്ട് നോക്കാം. മാധ്യമങ്ങൾ ഡേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി വ്യത്യാസം പറയുന്നു. ഞാൻ നാട്ടിലായിരുന്നു, ഞാൻ പരാതി കൊടുത്ത സമയത്ത് ദുബായിൽ ഇല്ലായിരുന്നു, നാട്ടിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ പാസ്പോർട്ട് ഞാൻ പോലീസിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പരാതി കൊടുത്ത ഡേറ്റും അദ്ദേഹം പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കൊടുത്ത ഡേറ്റ് തമ്മിൽ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇന്ന് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഞങ്ങളുടെ ഇൻകം സോഴ്സ് എന്താണ് എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ഞങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് വിളിച്ചത്. ഇന്ന് ഞങ്ങൾക്ക് പോയതിൽ നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു അട്ടിമറിക്കാൻ, ഈ കേസ് ഒരു അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ്. ഹണി ട്രാപ്പിൽ നമ്മളെ കൊടുക്കാനുള്ള പദ്ധതിയാണെന്ന് ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. അതാണ് കാരണം അതുപോലത്തെ ഓരോ ചോദ്യങ്ങളും രീതികളും നമുക്കൊരു ഇതിനു മുമ്പ് അങ്ങനെ അല്ലായിരുന്നു, പക്ഷെ ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ തോന്നുന്നു. അപ്പോൾ ഹണി ട്രാപ്പിൽ കൊടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ. മുമ്പ് അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഹണി ട്രാപ്പിൽ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പോക്കാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ചേച്ചി പറയുന്നത്. ബാക്കിയൂടെ കേട്ട് നോക്കാം. വിശ്വാസം ഇല്ലെന്നല്ല, പക്ഷെ ചോദ്യം ചെയ്യുന്ന രീതികളൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെ അട്ടിമറിക്കാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന്. അങ്ങനെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മുടെ ഫോണൊക്കെ അവർ മേടിച്ചെടുത്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം. ഫോണും പാസ്പോർട്ടും ഒക്കെ ഈ പോലീസുകാർ പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ തെളിവുകൾ ഇനിയും താമസിക്കാതെ തന്നെ വെളിയിലോട്ട് വരും. പുള്ളിക്കാരി പറഞ്ഞതൊക്കെ കള്ളത്തരമാണെന്നുള്ള കാര്യം ഏതാണ്ടൊക്കെ അങ്ങോട്ട് ഉറപ്പിക്കുന്ന വട്ട. എന്നാലും ഇവിടെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഈ AK സുനിൽ എന്ന് പറയുന്ന വ്യക്തിയും ഈ നിവിനും എന്ന് പറയുന്നത്. കൃത്യമായിട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ അകത്തെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വിവരം നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ചേച്ചി പറഞ്ഞതിൽ തെറ്റുണ്ട്. ചേച്ചി പറഞ്ഞതിൻ്റെ അകത്ത് തെറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.